അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വരട്ടിയതാണ്. എൻ്റെ സ്റ്റൈലിലുള്ള ചിക്കൻ വരട്ടിയത്. അതിനു വേണ്ടി ഞാൻ വെച്ചിട്ടുള്ളത് ഒരു ഇരുമ്പൻ ചട്ടിയാണ്. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇടാം. അടുത്തതായി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടുക. ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് വഴറ്റതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസായ ചെറിയുള്ളി ഇടുക. ഈ ചെറിയുള്ളിൽ തന്നെ ഉണ്ടാക്കി നോക്കണം, എന്നാലേ ഭയങ്കര ടേസ്റ്റ്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റുക. ഇത് നമുക്ക് അടച്ച് വെച്ച് കുറച്ച് ടൈം വേവിക്കാം. നമുക്ക് ഉള്ളി റെഡിയായോ എന്ന് നോക്കാം. ഓക്കെ, ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി വഴറ്റുക. മഞ്ഞൾപ്പൊടിൻ്റെ പച്ചമണം പോകുന്ന വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം കുറച്ച് പെപ്പർ പൗഡർ ഇടുക. കുറച്ച് മീറ്റ് മസാല പൗഡർ. നന്നായി വഴറ്റുക. അടുത്തതായി ചില്ലി ഫ്ലേക്സ് ഇടാം. നന്നായി വഴറ്റുക. ഉള്ളി നന്നായി വഴറ്റതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ഞാൻ വിനെഗർ ഇട്ട് കഴുകിയിട്ട് ചിക്കൻ നന്നായിട്ട് കഴുകി വിനെഗർ ഒഴിച്ച് കഴുകിയതാണ്. വിനെഗർ ഒഴിച്ച് കഴുകുവാണെങ്കിൽ നല്ല വൈറ്റ് കളറിൽ കിട്ടും ചിക്കൻ. ചിക്കൻ നന്നായി വഴറ്റി അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഒരു 20 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട, ചിക്കനിൽ തന്നെ വെള്ളം വരും. ഇനി ചിക്കൻ വെന്തോന്നൊന്ന് തുറന്നു നോക്കാം. നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, പക്ഷേ ചിക്കന് വെള്ളം ഫുള്ള് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളം മൊത്തം വറ്റി വരണം. ഇനി തുറന്ന് വെച്ചിട്ട് നമുക്ക് ചിക്കനെ വേവിച്ചെടുക്കാം. ഇപ്പം ചിക്കൻ നന്നായിട്ട് വെന്ത് സൈഡിലെല്ലാം എണ്ണ തെളിഞ്ഞ് വന്നിട്ട് കാണുന്നുണ്ടോ? ഇവിടെല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോവേ. നേരത്തെ ഞാൻ പിന്നെയും ഒരു 10 മിനിറ്റ്സ് വേവിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പരുവത്തിലായത്. ചിക്കൻ നല്ലവണ്ണം വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ചിക്കൻ വെന്തിട്ട്. കണ്ടോ, ഇളകി വരുന്ന എല്ലാം ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. ചിക്കന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ പരുവം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഉപ്പെല്ലാം കറക്റ്റാക്കണം. ഓക്കെ,
ഇത് നന്നായിട്ടായിട്ടുണ്ട്. ചിക്കനെല്ലാം നല്ലോണം വെന്ത് മസാലയെല്ലാം നല്ലോണം ചിക്കന് പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടി നമ്മൾ കുറച്ച് ചില്ലി ചെറുതായിട്ട് കട്ട് ചെയ്ത ചില്ലി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് ഇട്ട് അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ കുറച്ച് മതി കേട്ടോ. കുറച്ചൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ക്ലോസ് ചെയ്ത് വെച്ച് ഗ്യാസ് ഓഫ് ആക്കാം. ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് 5 മിനിറ്റിന് ശേഷം ഓപ്പൺ ആക്കി നോക്കുന്നതാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ ലാസ്റ്റ് വെച്ചിട്ടില്ല നമ്മൾ വെളിച്ചെണ്ണൻ്റെയും ആ പച്ചമുളകിൻ്റെ എല്ലാം ടേസ്റ്റ് സ്മെല്ലിങ് വരുന്നുണ്ട്. ഈ പച്ചമുളക് നമ്മൾ തിന്നുമ്പോൾ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമുക്കതിന് ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ടയാണ് മേടിച്ചിട്ടുള്ളത്. പൊറോട്ടയും ഈ ചിക്കൻ റോസ്റ്റും ഭയങ്കര ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ്. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. ചിക്കൻ എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കന്. പക്ഷെ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമ്പോൾ ഉപ്പ് കറക്റ്റാക്കിയിട്ട് ഉണ്ടാക്കണം. ബാക്കിയെല്ലാം നല്ല തന്നെ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട്, കാണുന്നില്ലേ? നല്ലോണം വെന്തിട്ടുണ്ട്. മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഉപ്പിൻ്റെ ചെറിയ കുറവ് മാത്രമേ ഉള്ളൂ, വേറെല്ലാം പെർഫെക്റ്റാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.